ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഊണ് കഴിച്ചിട്ടിരിക്കുകയാണോ? ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇനിയിപ്പോൾ ഓണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 ദിവസം ഫുൾ വെജിറ്റേറിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 10 ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ്. അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. ഞാനപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഓണത്തിൻ്റെ മുൻപേ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മത്തങ്ങയും പയറും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്തിട്ടുള്ളൊരു മെഴുക്കുവരട്ടി. മത്തങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ചെറിയൊരു മധുരവും പയറിൻ്റെ ടേസ്റ്റും എരിവും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു മെഴുക്കുവരട്ടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മത്തങ്ങ ചേർത്ത് ഏത് റെസിപ്പി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറികളിലൊക്കെ മത്തങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പയറ് അല്ലെങ്കിൽ അച്ചിങ്ങ ഒരു 1.25 കപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3/4 കപ്പ് മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മത്തങ്ങയും കനം കുറച്ച് അച്ചിങ്ങയുടെ ആ ഒരു ഏകദേശം വലിപ്പം കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. 1/2 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും സെയിം മത്തങ്ങയുടെയും അച്ചിങ്ങയുടെയും പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങയ്ക്കും മധുരമാണ്, ക്യാരറ്റിനും മധുരമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് വേവിക്കുക. പിന്നെ ഒരു 8-10 ഉള്ളി വേണം. ഈ ഒരു മെഴുക്കുവരട്ടിയിലേക്ക് സവാളയേക്കാൾ ടേസ്റ്റ് ഉള്ളിക്കാണ്, അതുകൊണ്ടാണ് ഉള്ളി വേണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും പൊടികളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിനും നമ്മുടെ പയറിനും വേവ് കൂടുതലാണ്, മത്തങ്ങയ്ക്ക് വേവ് കുറവാണ്. അപ്പോൾ രണ്ടായിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങയും ക്യാരറ്റും ചേർത്ത് ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് പകുതി കുക്കായി കഴിയുമ്പോൾ നമ്മൾ മത്തങ്ങ ചേർക്കും. നിങ്ങൾ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു കുക്കറിൽ മത്തങ്ങ വയ്ക്കുക, അതിനുശേഷം വേറെ കുക്കറിൽ ക്യാരറ്റും അച്ചിങ്ങയും ചേർത്ത് വയ്ക്കുക. പക്ഷേ കുക്കറിൽ മത്തങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അത് ഉടഞ്ഞു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചട്ടിയിലോ പാനിലോ തന്നെ കുക്ക് ചെയ്തെടുക്കായിരിക്കും നല്ലത്. അതിനാണ് മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് അച്ചിങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 ഇതൾ കറിവേപ്പില. പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ അച്ചിങ്ങാണെന്ന് വിചാരിച്ച് കടിക്കും, അപ്പോൾ എരിവ് കൂടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിടുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അച്ചിങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ അച്ചിങ്ങയും ക്യാരറ്റും കുക്കായി പകുതി ആവുമ്പോഴാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ മത്തങ്ങയും ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർക്കാം. 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഹാഫ് കുക്ക് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചതച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും ക്യാരറ്റും എല്ലാം ചേർത്ത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. മത്തങ്ങ ചേർക്കുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്കായപ്പോൾ മത്തങ്ങയും ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മെഴുക്കുവരട്ടി ആക്കി എടുക്കാം. നമുക്കപ്പോൾ ആദ്യം ഇതൊന്ന് മാറ്റാം. അതിനുശേഷം വേറൊരു പാൻ വയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാടൻ മെഴുക്കുവരട്ടികളൊക്കെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വേണം കേട്ടോ, അപ്പോഴാണ് മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ആവാൻ വേണ്ട. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാവാതെ നമ്മൾ കടുക് ചേർക്കുകയാണെങ്കിൽ കടുക് പൊട്ടി വരാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടായി വരട്ടെ എന്ന് പറയുന്നത്. എനിക്ക് കടുക് പൊട്ടുന്നതാണ് ഏറ്റവും ക്ഷമയില്ലാത്ത കാര്യം. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും കടുക് പൊട്ടി വരാനായിട്ട്. അത്രയും സമയം നോക്കി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണോ കടുക് പൊട്ടുന്നത് നോക്കി നിൽക്കാൻ ക്ഷമയുണ്ടോ? ക്ഷമയുണ്ടെങ്കിലും ക്ഷമയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ പതുക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുകൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുഴഞ്ഞ് പോവാതെയാണ് കേട്ടോ കുക്കായി കിട്ടിയിട്ടുള്ളത്. കുറച്ച് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ അത് സ്റ്റൗവിൽ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്തു വരുമ്പോൾ അത് കുക്കായി വന്നോളും. പിന്നെ എനിക്കിപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഇത് ഇൻഡക്ഷൻ കുക്കറാണോ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണോ, ഗ്യാസ് സ്റ്റൗ ആണോ ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ. ഗ്ലാസ് ടോപ്പാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ
ഇതാ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കടുക് പൊട്ടുന്നതിനാണ് നോക്കി നിൽക്കാൻ ക്ഷമയില്ല എന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന മുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പിഞ്ച് ഉപ്പ്. നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. വറ്റൽമുളക് അങ്ങനെ തന്നെ ചേർത്തിട്ട് നമ്മൾ വറവിടുന്ന പോലെ ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണ്? ഞങ്ങൾക്കിന്ന് പുട്ടും പഴമാണ് കേട്ടോ. പുട്ടിൻ്റെ ആവി ഇതിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് ഞാൻ ഇപ്പുറത്തെ ബർണറിൽ വെച്ചിട്ടുണ്ട്. പഴം എനിക്ക് പുഴുങ്ങിയ പഴമാണ് ഇഷ്ടം, രാജീവേട്ടന് പുഴുങ്ങാത്ത പഴമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ 2 ടൈപ്പ് പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങിയെടുക്കണം പഴം. ചൂസ് എഴുന്നേറ്റിട്ടില്ല, 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഓണക്കോടിയൊക്കെ എടുത്തോ? എനിക്ക് കമൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഓണക്കോടിയൊക്കെ എടുത്തോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഓണം ആഘോഷിക്കുന്നില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല, ഓണക്കോടി എടുക്കുന്നില്ല ഈ വർഷം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റിനും മധുരമാണ്, മത്തങ്ങയ്ക്കും മധുരമാണ്. അപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തോളൂ. ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തോളൂ കേട്ടോ. അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ഈ ഒരു മധുരമുള്ള മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഓണം ആഘോഷിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അനിയത്തി മരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓണം ആഘോഷിക്കാത്തത്. 1 വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസി മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ എന്തായാലും ഓണത്തോടനുബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്, അല്ലെങ്കിൽ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ വെജിറ്റബിൾസും കുറച്ച് ബാക്കി ഉണ്ടാവാറുണ്ട് ഓരോ കറികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് മെഴുക്കുവരട്ടി ആക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകറി ആക്കുകയോ ഒക്കെ ചെയ്യും. ഞങ്ങൾ കർക്കിടക മാസത്തിൽ ഫുൾ വെജിറ്റേറിയനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പുതിയ കറികളൊക്കെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടമായ റെസിപ്പികളൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.